ഇന്ന് ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഒന്നുമില്ല, ചക്ക മാത്രം ഇരിക്കിയിട്ടോ. അപ്പം ഞാൻ ഇടിച്ചക്ക ഇവിടെ ചെറുതായിട്ട് മുറിച്ചു കേട്ടോ. മുറിച്ചതിന് ശേഷം ഞാനൊരു യൂട്യൂബിൽ കണ്ടതായിരുന്നു കേട്ടോ. ഏതാ വീഡിയോസൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ അതിന് ജാറിലിട്ടിട്ട് ഞാൻ വേവിക്കാതെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അത് പൊടികളൊക്കെ ചേർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തു. ആ പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇച്ചിരി ഇട്ടു, പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി കൂടി അതിലേക്ക് ഇട്ടിട്ടോ. പിന്നെ ഞാനിട്ടത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് അതും കൂടി ഇട്ടു. ഇച്ചിരി ഉപ്പ് കൂടി ചേർത്തു. പിന്നെ നമ്മൾ ചേർത്തത് ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇച്ചിരി വെള്ളം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് നനച്ച് പുതിർത്തിയെടുത്തതിന് ശേഷം അത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഞരടി ഒന്ന് ആക്കി. പിന്നെ അതിന് ശേഷം നമ്മൾ ചക്കത ഇതുപോലെ കുഴച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനെ ചക്ക അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ മൈദപ്പൊടി ഇടണോ, നമ്മൾ ഇച്ചിരി മൈദപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ കൂട്ടണമായിരുന്നു. എങ്കിൽ അത് കറക്റ്റ് ആ ഉരുളായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഞാൻ ജസ്റ്റ് മൈദപ്പൊടി അരിപ്പൊടി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് കോൺഫ്ലവർ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ചൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പോയിട്ടോ. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഉരുളകളാക്കി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ, കറിവേപ്പില ചേർക്കണം. അപ്പോൾ അവസാനം നമ്മുടെ ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ബൈ. ഇന്നത്തെ രാത്രിക്കുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത്രയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.